ഹലോ കൂട്ടുകാരെ, ഞാനിപ്പോൾ എവിടേക്ക് പോകണമെന്നറിയോ? ഞാൻ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന്, അതായത് ഒരു വർഷത്തിലൊരിക്കലെങ്കിലും എവിടേക്കെങ്കിലും ഒന്ന് യാത്ര പോകാം, ഉല്ലാസയാത്ര പോവുക എന്നുള്ളത് ഞങ്ങൾക്കൊരു ഇഷ്ടമുള്ള കാര്യം. ഞങ്ങൾ ഇന്ന് പോകുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിൽ സാമ്പ്രാണിക്കൊടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ സ്റ്റേഷനിൽ വന്ന് ടിക്കറ്റ് എടുക്കാൻ നോക്കിക്കഴിഞ്ഞപ്പം അവിടുത്തെ മാഡം പറഞ്ഞു, മൺട്രോത്തുരുത്ത് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് സാമ്പ്രാണിക്കൊടിക്ക് പോകുന്നതാണ് എളുപ്പം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മൺട്രോത്തുരുത്തിലേക്കുള്ള ടിക്കറ്റാണ് എടുത്തത്. നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് മെമു എന്ന് പറഞ്ഞ ആ ട്രെയിനിൽ നമുക്ക് ഒരാൾക്ക് 20 രൂപ വെച്ചിട്ടാണ് ട്രെയിൻ ടിക്കറ്റ് വന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചത് ഒത്തിരി പൈസയൊക്കെ ആകും എന്ന് നമുക്കറിയില്ലല്ലോ, സ്ഥലമൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മൾ ട്രെയിനിൽ വന്നു കഴിഞ്ഞപ്പം ഇത്ര രൂപയേ ആയുള്ളൂ. അങ്ങനെ ഞങ്ങൾ വന്നു. അപ്പോൾ ഞങ്ങൾ കാലത്ത് പോകുന്നതാണ്. ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം, അതായത് ഞങ്ങൾ 10:30 വണ്ടിക്കൊക്കെ വരാം എന്നുള്ള പ്രതീക്ഷയിലൊക്കെ ആയിരുന്നു. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് 11:00-ക്കാണ് മെമു എന്ന് പറഞ്ഞത്. ഇത് 12:45-നാണ് മൺട്രോത്തുരുത്തിലെത്തിയത്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പം ഫുഡ് കഴിക്കാനായിട്ട് എവിടെയെങ്കിലും സാഹചര്യം ഉണ്ടോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അവിടെ ഒരു ഷാപ്പുണ്ട്, ഷാപ്പിനോട് അനുബന്ധിച്ച് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങളവിടെ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. അപ്പോൾ ഗ്രീൻ ഐലാൻഡ് എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വന്നു, നല്ല നല്ല കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പക്ഷേ ഞങ്ങൾ ഇഷ്ടമുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വളരെ ആസ്വദിച്ചാണ് കഴിച്ചത്. അപ്പം അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇവിടേക്ക് ടിക്കറ്റ് അവിടെ ബോട്ട് സർവീസിങ്ങിന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു 2 മണിക്കൂറിനാണെങ്കിൽ 1000 രൂപയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു തുരുത്തിൽ നിന്ന് തുടങ്ങി 2 മണിക്കൂർ യാത്ര, അതിന് 1000 രൂപയാകും എന്ന് പറഞ്ഞു. അപ്പം അല്ലെങ്കിൽ 1 മണിക്കൂർ യാത്രയ്ക്കാണെങ്കിൽ 600 രൂപയാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ 2 മണിക്കൂറിൻ്റെ യാത്രയിൽ നമുക്ക് എളുപ്പം. അപ്പം ഞങ്ങൾ അത് തന്നെ തിരഞ്ഞെടുത്തു. ഞങ്ങൾ 2 മണിയായി കഴിഞ്ഞപ്പം അവിടെ നിന്ന് ഈ യാത്ര അങ്ങ് തുടങ്ങി. അപ്പോൾ ആ കയറാൻ വരുന്ന വഴിയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ചെറിയൊരു വീഡിയോ കയറിപ്പോയിട്ടുണ്ടായിരുന്നു, സ്റ്റാർട്ടിങ്ങിൽ ഇട്ടതാണ് കേട്ടോ. അങ്ങനെ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ വരുന്ന വഴിക്ക് ചെമ്മീൻ വളർത്തുക സ്ഥലം ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് അടച്ചുറപ്പായിട്ട് ഇവിടെ കട്ടയൊക്കെ കയറ്റി നിലം പൊക്കിയിട്ടൊക്കെയാണ് അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടുത്തെ വേറൊരു മത്സ്യകൃഷി എന്ന് പറയുന്നത് കരിമീനാണ്. അത് വേറൊരു വിഭാഗമായിട്ട്, ഇതിപ്പോൾ ചെമ്മീൻ്റെയാണ് കേട്ടോ ഇത് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു. ഒരു മടുപ്പോ അല്ലെങ്കിൽ നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോരണം തോന്നും, പക്ഷേ ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടായിരുന്നില്ല. പിന്നെ അതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നു ഞാൻ. ഈ സാമ്പ്രാണിക്കൊടി എന്ന് പറഞ്ഞില്ലേ, അവിടേക്ക് പോകാനായിട്ട് ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പം മൺട്രോത്തുരുത്ത് ഇറങ്ങിയിട്ട് ഞങ്ങളൊരു ഓട്ടോ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ സാമ്പ്രാണിക്കൊടിക്ക് വിടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ആ ഓട്ടോ ചേട്ടൻ പറഞ്ഞത് എന്താണെന്നറിയോ, സാമ്പ്രാണിക്കൊടിക്ക് പോകണ്ട, അവിടെ ചെന്ന് കഴിഞ്ഞാൽ 150 രൂപ ചാർജാണ്. അത് പക്ഷേ ഇത്ര മണിക്കൂറൊക്കെ ഉള്ളൂ, കാലാവസ്ഥ നല്ലതല്ലെങ്കിൽ അവിടെ കയറ്റത്തില്ല. അപ്പം ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പം ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പക്ഷെ അത് ആദ്യം ഒരു സങ്കടമായിട്ട് തോന്നി. കാരണം അവിടെ എത്തുന്നത് വരെ ഒരുവിധം വെയിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ മഴ ചാറി തുടങ്ങി. അപ്പോൾ നമ്മുടെ മനസ്സൊക്കെ ഇങ്ങനെ വല്ലാതായി. എങ്കിലും ഞങ്ങൾ യാത്ര തുടർന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യേ, മൺട്രോത്തുരുത്തിൽ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോട്ടിങ്ങിനുള്ള ഒരു ഇത്ര മണിക്കൂറിന് ഇത്ര രൂപ കൊടുത്താൽ മതി, അതാകുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ആ ചേട്ടൻ പറഞ്ഞു 500 രൂപയാണ് 1 മണിക്കൂറിനെന്നാണ് പറഞ്ഞത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു 600 രൂപയാണ്, അടുത്ത മാസം തൊട്ട് വീണ്ടും റേറ്റ് കൂടും എന്ന് പറഞ്ഞു. അതെന്തോ ആവട്ടെ, എങ്കിലും നമ്മൾ വന്നു. ശരിക്കും കണ്ടൽ വനങ്ങളെന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു പ്രതീതിയായിരുന്നു നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തൊട്ടുണ്ടായത്. ചില സ്ഥലങ്ങളിൽ ഇതിന് ഇടയ്ക്കിടയ്ക്ക് കുറേ പാലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പാലങ്ങളിലൊക്കെ എത്തുമ്പോൾ നമ്മളൊന്ന് തല കുനിച്ച് കൊടുക്കണം, കാരണം അപ്പുറത്തേക്കൊന്ന് കടന്നു പോകാനായിട്ട്. അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയണത്
ഇവിടുത്തെ ഒരു സൈസ് മരമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മരത്തിൽ നിറച്ച് മുരിങ്ങ പോലത്തെ കായകളുണ്ട്. ആ കായകളുടെ ഒരു സൈസ് വിത്ത് ഉണ്ടാകുന്നൊരു കായാണത്. അപ്പം നേരം അതിങ്ങനെ മുരിങ്ങ പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ നോക്കുമ്പോൾ മുരിങ്ങ കിടക്കണ പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇതൊക്കെയാണ് ആ മരങ്ങൾ. അപ്പോൾ ആ മരത്തുമ്പോൾ നമുക്ക് ഈ വള്ളികളിൽ കൂടി കയറിയിരുന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കുന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നത്. വളരെ എൻജോയ്മെൻ്റ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്നില്ല, ഞങ്ങൾ ഗോവയിലേക്ക് ട്രിപ്പ് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചാറുണ്ട്. പക്ഷേ ഞങ്ങളുടെ ദിവസമില്ലായകയും ചേട്ടനും എനിക്കൊക്കെ ജോലിക്ക് പോകുന്നതിൻ്റെ തിരക്കൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങളതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഒരു വൺ ഡേ ട്രിപ്പ് പോയിട്ട് വരാം എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഈ യാത്ര തിരഞ്ഞെടുത്തത്. പക്ഷേ സാമ്പ്രാണിക്കുടിക്കല്ല പോയത്, മൺട്രോത്തുരുത്തിനാണ് പോയത് കേട്ടോ. സാമ്പ്രാണിക്കുടിയിലും ഇതേ പ്രതീതി തന്നെയാണെന്ന് പറഞ്ഞു. പക്ഷേ സാമ്പ്രാണിക്കുടിക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു. 2 ഏക്കറോളം ഭൂമി നമുക്ക് വെള്ളത്തിലിറങ്ങി നിന്നുകൊണ്ട് തന്നെ നടന്നു പോയി എൻജോയ് ചെയ്യാം. അതിൽ തന്നെ അവിടെ ഫുഡും കാര്യങ്ങളും നമുക്കിഷ്ടമുള്ള എല്ലാ സംഭവങ്ങളും ആ വെള്ളത്തിൽ തന്നെയാണ് നിന്ന് തട്ടുകളിൽ വെച്ച് അവർ വിൽക്കുന്നത് എന്ന് പറഞ്ഞു. അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പം ഇത് കരിമീൻ്റെ ഇതാണ് കേട്ടോ. നേരത്തെ കണ്ട വല കെട്ടിട്ട് കരിമീൻ വളർത്തുന്നതിൻ്റെ ഇതാണ്. എല്ലാവരും കൂടി ഞങ്ങൾക്ക് ബോട്ടിങ്ങിന് കൂടെ വന്ന ചേട്ടൻ വളരെ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം നമുക്ക് അവിടുത്തെ ഐഡിയകളൊക്കെ നമുക്ക് കിട്ടി. ഒരു മടുപ്പും തോന്നിയായിരുന്നില്ല. എന്തായാലും 4 പേരും, അതായത് മക്കൾ 4 പേരും വളരെ എൻജോയ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം വരാനായിട്ട് ആഗ്രഹമുള്ളവർ കൊല്ലം ജില്ലയിലേക്ക് കൊല്ലം വരെ പോകണ്ട. മൺട്രോത്തുരുത്തിൽ വരേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. കൊല്ലം വരെ പോകണ്ട. മൺട്രോത്തുരുത്ത് പറഞ്ഞ് മെമൂലൊക്കെ കയറുകയാണെങ്കിൽ മൺട്രോത്തുരുത്ത് എന്ന് പറഞ്ഞ ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവിടെ ഇറങ്ങാം. അതല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലപ്പേര് പറഞ്ഞു, ആ സ്ഥലപ്പേര് ഞാൻ മറന്നുപോയി. അവിടെ ഇറങ്ങിയിട്ട് ഓട്ടോ വിളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മൺട്രോത്തുരുത്ത് പോകാം. അല്ലെങ്കിൽ അവിടെ നിന്ന് മറു സൈഡം കടന്നിട്ട് അവിടുന്ന് ബസ് കയറിയിട്ട് സാമ്പ്രാണിക്കുടിക്ക് പോകാമെന്നാണ് അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പം ഞങ്ങൾ മൺട്രോത്തുരുത്തിലേക്കാണ് വന്നത്. പിന്നെ ഇവിടുത്തെ ഒരു ഇത് പറഞ്ഞത് 60 ബോട്ട് അവിടെ സർവീസിങ്ങുണ്ടെന്നാണ് അവർ പറഞ്ഞത്, അവരുടെ ആ കേന്ദ്രത്തിൽ കേട്ടോ. അപ്പം ചില ദിവസങ്ങളിൽ വളരെ മടുപ്പായിരിക്കും, ചില ദിവസങ്ങളിൽ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് എല്ലാവർക്കും ഓട്ടം കിട്ടും. ചില സമയങ്ങളിലൊക്കെ ഈ ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നവരുടെ ബ്ലോക്ക് ഉണ്ടാകാറുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. കാരണം നമുക്ക് ജീവിതത്തിൽ ഒരുപാട് നമ്മൾ ജോലി ചെയ്യുന്നു, ദിവസവും കാലത്ത് എഴുന്നേൽക്കുന്നു, വൈകുന്നേരം വരെ കുറേ കിടന്ന് കഷ്ടപ്പെടുന്നു, രാത്രിയാകുമ്പോൾ കിടന്നുറങ്ങുന്നു. ഇതന്നെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇടയ്ക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ചേഞ്ചിങ്, നമ്മുടെ ഫാമിലിയായിട്ട് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷം വേറെ ഒന്നും തന്നെയാണ്. കൂട്ടുകാരായിട്ട് അടിച്ചു പൊളിക്കുന്നത് വേറെ, അതല്ല ഫാമിലിയായിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ കുറവുകളും അല്ലെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ കിട്ടുന്ന ആ ഒരു അവസരം. ഇപ്പോൾ എൻ്റെ 4 മക്കളും വന്നു, പക്ഷെ 4 മക്കൾക്കും 4 തരത്തിലായിരുന്നു അവരുടെ ആ സന്തോഷം അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ചെറിയ മോളാണെങ്കിൽ ശരിക്കും എന്താ പറയുക, വളരെ 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 എൻജോയ്മെൻറ്റ് അവൾക്ക് കിട്ടി. അപ്പോൾ അത് ഞങ്ങൾ ശരിക്കും അതിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. പിന്നെ കായലിൻ്റെ കണ്ടോ കാണിക്കുന്ന കുരുത്തക്കേടുകളൊക്കെയാണ് വള്ളത്തിൽ നിന്നിട്ട്. എനിക്ക് പേടിയായിരുന്നു, കാരണം എങ്ങാനും വെള്ളത്തിൽ നിന്ന് താഴെ വീണ് പോയി കഴിഞ്ഞാൽ എന്ത് ഉണ്ടാകുമെന്നുള്ള പേടിയൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് ആ പേടിയൊന്നുമില്ല. പിന്നെ അവർക്ക് 5 പേർക്ക് നീന്താൻ അറിയാം, എനിക്ക് നീന്താൻ അറിയില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എങ്കിലും ഞങ്ങൾ ട്രെയിനിൽ പോയൊരു ഭാഗമാണ് കേട്ടോ അത് പെട്ടുപോയതിൽ. എന്തായാലും വളരെ വളരെ സന്തോഷത്തോടു കൂടിയുള്ളൊരു യാത്രയായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ വരാൻ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് പറയാം. നിങ്ങൾ എവിടെ നിന്നാണ് പുറപ്പെടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലം ജില്ലയിൽ വരെ, ഒന്നില്ലെങ്കിൽ മൺട്രോത്തുരുത്തിലേക്ക് നിങ്ങൾ ടിക്കറ്റ് കൊടുക്കുക, ഇല്ലെങ്കിൽ കൊല്ലത്ത് വന്നിട്ട് സാമ്പ്രാണിക്കുടിക്ക് നിങ്ങൾ വേറെ ബസ് കയറിയോ അല്ലെങ്കിൽ അതെങ്ങനെയാണ് അതിൻ്റെ മെത്തേഡെന്ന് എനിക്കറിയത്തില്ല വരിക.
പിന്നെന്താ, ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അങ്ങോട്ട് പോയിട്ട് പിന്നെ എന്തിനാ തിരിച്ചു വരാനാ? വേണ്ട, അപ്പോൾ ഓണപ്പൊഴിക്ക് അങ്ങ് പോയാൽ മതി. കാവാലം തന്നെ. നമുക്കിവിടെ കല്ലട ജലോത്സവം നടക്കുന്ന ആറിലോട്ട് പോകാൻ അവിടെ ഷാപ്പിന് നല്ല ഫേമസ് അല്ലയോ? ഇഷ്ടംന്ന് പറഞ്ഞാൽ ഷാപ്പിന് പേര് കേട്ട സ്ഥലമാണ്. ഞാൻ കണ്ടപ്പോൾ വള്ളം കളിക്കൊക്കെ വരുന്നയാ. 2 തവണ നെഹ്റു ട്രോഫിക്ക് തുഴയാൻ വന്നിട്ടുണ്ട്. ആണോ? ഒന്ന് നമ്മുടെ സെന്റ് എന്ന് പറഞ്ഞൊരു വെള്ളം പുതിയത് ഇറക്കിയ സമയമുണ്ടല്ലോ, മങ്കൊമ്പ് 2014 അന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഒരിക്കലും ഒരു ദേവാസ് എന്ന് പറഞ്ഞൊരു വള്ളം ദേവാസ് കരുനാപ്പള്ളി എന്ന് പ്രതിദാനം കളിച്ചു. ഞാൻ 2 വള്ളത്തെ തുടങ്ങിയിട്ടുണ്ട്. കട്ടൻ പ്ലാന്റ് ആണ്. എടുത്തോളാം. നിർത്തിയോളം ചെയ്യണം മോളെ. വേണ്ടല്ലോ മോനെടാ, തല നോക്കണേ. തട്ടുമ്പോഴും പറയണ നീളമില്ലായിരുന്നു. ഇവരല്ലേ? ആ, ഇവരവിടെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചപ്പോൾ അപ്പുറത്തെ ടേബിളിൽ അല്ലേ? ആ, അതാണ് കുറേ യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം അവർ അപ്പനും മോനൊക്കെ കിടക്കാൻ തുടങ്ങി. കാരണം അതിൻ്റെ ആ തടിയുമ്പോൾ തന്നെ കിടക്കുമായിരുന്നു. കാരണം ഒരുപാട് നേരം ഇരുന്നില്ലേ, നന്നായിട്ട് അവർ എൻജോയ് ചെയ്ത് തന്നെയായിരുന്നു.
ഇതാണ് ഞാൻ പറഞ്ഞ ആ ഫോട്ടോ എടുക്കുന്ന വേരുകൾ കേട്ടോ, ആ മരം. അപ്പം ഞങ്ങളെ ആ ഒരു സൈഡിലേക്ക് നീക്കി നിർത്തിയിട്ടാണ് ആ ചേട്ടൻ ഫോട്ടോ എടുക്കാനായിട്ടും ആ മരത്തമ്മ കയറാനൊക്കെ ആയിട്ട് സഹായിച്ചത് കേട്ടോ. അതുവരെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ചില സ്ഥലത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പം മഴയായിരുന്നു. അപ്പം നമുക്കതൊരു സങ്കടമായിപ്പോയി. ഇതൊരു നല്ലൊരു യാത്രയായിരുന്നു. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വരിക, നന്നായിട്ട് എൻജോയ് ചെയ്യുക. അത്രയും എനിക്ക് പറയാനുള്ളൂ. എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. കമൻറ്റ് നല്ല കമൻറ്റുകളാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. ആവശ്യമില്ലാത്ത കമൻറ്റുകളൊന്നും ഇടരുത് പ്ലീസ്. താങ്ക് യു.